ദിനേശ. ഷുക്കൂറെ. എടാ നിന്നെ കുറെ വിളിച്ചിരുന്നു, പക്ഷെ കിട്ടുന്നില്ല. നിന്റെ ഫോണൊന്നും കുഴപ്പമില്ലടാ? ഇല്ലടാ, ഫോണിന് പ്രശ്നമൊന്നുമില്ലല്ലോ. എടാ എനിക്കൊരു അത്യാവശ്യമായിട്ടൊരു സഹായം ചെയ്യും. എടാ എന്താ കാര്യം? നീ അതിൽ ഇരിക്കി. എടാ എനിക്കൊരു 10,000 രൂപ തരുമോ? കാരണം ഉമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. കാരണം എവിടുന്ന് തീരുമാനം നടന്നിട്ടില്ല. എനിക്കൊരു കുറി അടിക്കാനുണ്ട്, അത് അടിക്കാൻ എനിക്ക് പെട്ടെന്ന് തിരിച്ചു തരാം. എടാ എൻ്റെ കാര്യമൊക്കെ ഭയങ്കര കഷ്ടമാണ്. മാസം വർക്ക് വളരെ കുറവാണ്. എനിക്കറിയാം എൻ്റെ അസുഖത്തിൻ്റെ കാര്യമൊക്കെ. ഈ ഒരു മാസം തന്നെ കഴിക്കുവാണെങ്കിൽ 3000 രൂപ മരുന്ന് തന്നെ വേണം. ഇപ്പോൾ ഈ മാസം ഞാൻ മരുന്ന് തന്നെ വാങ്ങിച്ചിട്ടില്ല. ഈ ഒരു കാര്യം ചെയ്യും, ഈ വേറെ ആരുടെ അന്വേഷിച്ചു. കുഴപ്പമില്ലടാ, ഞാൻ വേറെ ആദ്യം കിട്ടുമോ നോക്കട്ടെ. പോട്ടതാ. പിന്നെ ഉമ്മമാർക്കൊക്കെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ള കാര്യം ആർക്കറിയാം. പൈസ കൈവിട്ടാൽ പോയി, പിന്നെ തിരിച്ചിട്ടണമെങ്കിൽ അവന്മാരെ പുറകെ നടക്കണം. ഹലോ ഹലോ, ഷുക്കൂർ അല്ലേ? അതെ. ഈ പ്രാവശ്യത്തെ കുറിയുടെ നറുക്ക് നിങ്ങൾക്ക് ആണോ? അൽഹംദുലില്ലാഹ്. ഓക്കെ, സന്തോഷം സന്തോഷം. ആയിക്കോട്ടെ. ദിനേശ, നിനക്കൊരു മരുന്ന് പിടിക്കാൻ പൈസ ഇല്ല പറഞ്ഞേ. ഈ ഒരു കാര്യം ചെയ്യും, എനിക്ക് കുറി അടിച്ചടാ ഭാഗ്യത്തിന്. അപ്പോൾ ഈ പോയിട്ട് മരുന്ന് മേടിക്കും, എന്നിട്ട് നിന്റെ കയ്യിൽ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്താൽ മതി, എനിക്ക് നീ തിരിച്ചു തന്നാൽ മതി. ഈ പോയിട്ട് മരുന്ന് മേടിച്ചോ. ഉമ്മാരെ കാര്യമൊക്കെ റെഡി ആയടാ. ഞാൻ പോയിക്കോട്ടെ. ശരിയടാ. ആരെയും വില കുറച്ച് കാണരുത്. നമ്മുടെ തെറ്റായ ചിന്തകളാണ് പലപ്പോഴും നമ്മളെ പ്രയാസത്തിലേക്ക് നയിക്കുന്നത്.